അടുക്കൽ വസന്ത് ഇവിടെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീ സുരേഷ് കുമാർ ചിലപ്പോൾ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വിളിച്ചേക്കാമെന്ന് പറയുന്നു. പക്ഷേ അത് ആ കൈകളിൽ കറ പുരണ്ടിട്ടില്ല എന്ന് സുരേഷ് കുമാർ ഉറപ്പുണ്ട്. അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. എന്താണ് വെല്ലുവിളി എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചില്ലെങ്കിലും തെളിവെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ വെല്ലുവിളിക്കുന്നുണ്ട് സുരേഷ് കുമാർ. ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ? അല്ല, രണ്ട് ദിവസം കൂടി അദ്ദേഹത്തിന്റെ വെല്ലുവിളി നീണ്ടു നിൽക്കുമോ എന്ന് നമുക്ക് കാണാം. ഈ പറയുന്ന കടകംപള്ളി അടക്കം ജയിലറകളിലേക്ക് പോകാനുള്ള കാഹളധ്വനിയാണ് ഇന്ന് സുരേഷ് കുമാർ ഈ ചർച്ചയിൽ ഇരുന്ന് മുഴക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. ഇനി അദ്ദേഹത്തിന് ചില ഉത്തരങ്ങൾ പറയാനുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞ എന്താ, ഞങ്ങൾ അന്വേഷണ കമ്മിറ്റി അതായത് SITയുടെ പരിധി നിശ്ചയിക്കാൻ ഞങ്ങളില്ല, നിങ്ങളും വേണ്ട എന്നാണ് പറഞ്ഞത്. ഇവർ ശ്രമിച്ചിരുന്നു ശ്രീ ഹാഷ്മി. ഒന്ന്, കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ഏറ്റവും ആദ്യം SITയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഹൈക്കോടതി സംസാരിക്കുമ്പോൾ ഇവരുടെ ആദ്യ വാദം അത് വേണ്ട, 10:10 ഞങ്ങൾ റിപ്പോർട്ട് നൽകാം. ഏത്? ദേവസ്വം വിജിലൻസ്. അതായത് SIT വേണ്ട എന്ന് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ സർക്കാർ നിലപാടെടുത്തു. ഒന്ന്, അത് പരിധി നിശ്ചയിക്കലായിരുന്നു. രണ്ടാമത് ഇവർ പറഞ്ഞ എന്താണ്, ഇതാ ഇപ്പോഴുള്ള കേരള SIT രൂപീകരിക്കാൻ പോവുകയാണ്. ആ SIT അന്വേഷണവുമായി അതെങ്ങനെയാണ് സർക്കാരിന് പറയാൻ കഴിയുക? അല്ലല്ല, 10:10 റിപ്പോർട്ട് സമർപ്പിക്കാമെന്ന് ദേവസ്വം വിജിലൻസ് പറയുന്നുണ്ട്. SIT രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്നത്തെ വിധിയെടുത്ത് അങ്ങ് പരിശോധിച്ചാൽ മതി. അന്നത്തെ വാദഗതികളിൽ ഇല്ല, പറ്റില്ല, 10:10 പറ്റില്ല എന്നല്ല, 10:10 അതർ ഓപ്ഷനായി 10:10 ഞങ്ങൾ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാം. അപ്പോഴാണ് പറയുന്നത് വേണ്ട, ഇതുവരെ അന്വേഷിച്ചു മതി, ഇനി വിജിലൻസ് അന്വേഷിക്കട്ടെ എന്ന്. പിന്നീട് അവരുടെ മറ്റൊരു നിലപാടെന്തായിരുന്നു, അത് ഇപ്പോഴുള്ള കാലത്തെ പറ്റി മാത്രം അന്വേഷിച്ചാൽ പോരാ, 90കൾ തൊട്ടുള്ള അന്വേഷണം ഉണ്ടാവണം. അതായത് ഇപ്പോൾ പർട്ടിക്കുലർ സ്പെസിഫിക് ആയ ഒരു അന്വേഷണം ഉണ്ടായാൽ അത് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുമെന്ന് കണ്ടുകൊണ്ട് അങ്ങനെ പറ്റില്ല, കാട് മുഴുവൻ തല്ലി, കാടിലെ എല്ലാ പടപ്പും തല്ലി മുമ്പോട്ട് പോയാൽ മതി എന്ന നിലപാട് അവർ സ്വീകരിക്കാൻ ശ്രമിച്ചു. അതും നടക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് SITയുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുമ്പോൾ സർക്കാരിന് യാതൊരു തരത്തിലും റോള് കൊടുക്കാതെയാണ് കേരളത്തിലെ ഹൈക്കോടതി ആരാവണം SIT എന്ന അടക്കമുള്ള വിഷയങ്ങളിൽ നിലപാടെടുത്തത്. അതുകൊണ്ട് പരിധി നിശ്ചയിക്കാൻ ആരും ഇറങ്ങി പുറപ്പെടണ്ട എന്ന് പറയുമ്പോൾ പരിധി നിശ്ചയിക്കാൻ ശ്രമിച്ചവരാണ് ഇവർ എന്നതിൽ തർക്കം വേണ്ട. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഏതോ ഒരു സിനിമ കണ്ട ഓർമ്മ വന്നു. ആര്? എൻ്റെ കയ്യിൽ രേഖയുണ്ട്. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മറ്റൊരു സിനിമയാണ് ഓർമ്മ വരുന്നത്. അത് ഈ അപ്പുക്കുട്ടൻ, നമ്മുടെ ഇൻഹരികരണത്തിൽ അപ്പുക്കുട്ടൻ ഇങ്ങനെ നടന്നു പോകും. അപ്പോൾ ഒരു അമ്മാവനെ ഇടിച്ച് അമ്മാവൻ നിലത്ത് വീഴും. ഉടനെ അപ്പുക്കുട്ടൻ എണീറ്റിട്ട് പറയും, ഞാൻ മാത്രമല്ല ഇതേ അവരുമുണ്ട് എന്ന്. അപ്പോൾ മുകേഷും സിദ്ദിഖും ഒക്കെ പുറത്തേക്ക് വരും. അതുപോലെയാണ് ആദ്യം മുരാരി ബാബു പോയി ഇടിക്കുന്നു. അപ്പോൾ മുരാരി ബാബു പറയുന്നു, അയ്യോ ഞാൻ മാത്രമല്ല വാസു അണ്ണനുമുണ്ട്. വാസു സാറെന്നാണ് എൻ്റെ സ്നേഹിതൻ പറഞ്ഞത്, പക്ഷെ വാസു അണ്ണനുമുണ്ട്. ഉടനെ വാസു അണ്ണനെ ഇടിക്കും. അപ്പോൾ വാസു അണ്ണൻ പറയും, ഞാൻ മാത്രമല്ല ഇതാ പത്മേട്ടനുമുണ്ട്. ഇനി പത്മേട്ടൻ പറയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്, ഞാൻ മാത്രമല്ല കടകംപള്ളിയുടെ ഓഫീസുമുണ്ട്, ഞാൻ മാത്രമല്ല ദൈവസമാനനായ ഒരാളുമുണ്ട്. ഇനി ആ ദൈവസമാനൻ ആരാണ് എന്ന് ചോദിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ അടുത്തിടയ്ക്ക് CPM തന്നെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ദൈവം, അത് അരിദൈവമാവട്ടെ, തിരുവാതിരയിലെ ദൈവമാവട്ടെ, അല്ലെങ്കിൽ കിറ്റ് ദൈവമാവട്ടെ, കോവിഡ് ദൈവമാവട്ടെ, എന്തൊക്കെയായാലും CPM രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന ദൈവം അത് പിണറായി വിജയനാണ്. ഇനി അത് അങ്ങനെയല്ല എന്ന് വല്ലതും പത്മകുമാർ പറഞ്ഞാൽ ആ പേരിൽ പത്മകുമാറിനെ ചിലപ്പോൾ പാർട്ടി തള്ളിക്കളയാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ശ്രീ ഹാഷ്മി. അപ്പോൾ സ്വാഭാവികമായും ഇദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞല്ലോ, ഞങ്ങളുടെ വിരൽ നഷ്ടപ്പെട്ടു, നിങ്ങളുടെ കൈയാണ് നഷ്ടപ്പെട്ടത് എന്ന്. നോക്കൂ ശ്രീ സുരേഷ് കുമാർ, ശബരിമലയിലെ വിരലല്ല നഷ്ടപ്പെട്ടിരിക്കുന്നത്, അവിടുത്തെ തലയാണ് നിങ്ങൾ അടിച്ചുകൊണ്ട് പോയത്. നോക്കൂ, ആരാണ് ദ്വാരപാലകർ? ഹിന്ദു വിശ്വാസ പ്രകാരം ഡേറ്റ് തന്നെയാണ്, ദൈവം തന്നെയാണ്. ആ ദൈവത്തെയാണ് നിങ്ങൾ അടിച്ചുകൊണ്ട് പോയത്. അതിന് സ്വാഭാവികമായും കിട്ടുന്നത് സ്വർണത്തിന്റെ വാല്യൂ അല്ല, ഇപ്പോഴുള്ള മാർക്കറ്റ് വാല്യൂ അല്ല, അതിനൊരു ആന്റിക് വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് അത് വീടുകളിൽ ചെന്ന് പൂജ ചെയ്യാമെന്ന് പറയുമ്പോൾ, അയ്യോ ഇവിടെ കൊണ്ടുവന്ന് പൂജ ചെയ്തോളൂ, അതിന് എന്ത് വേണമെങ്കിലും ഞാൻ നൽകാം എന്ന് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമാ നടന്മാർ അടക്കം പറയുന്നത്, അവർ സ്വാഗതം ചെയ്യുന്നത്. അപ്പോ കേരള ഹൈക്കോടതി പറഞ്ഞതുപോലെ, ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ, ഏതെങ്കിലും ഒരു വില്ലിംഗ് പർച്ചേസർക്ക് ഈ പറയുന്ന ഡേറ്റിയെ വിറ്റിട്ടുണ്ടോ, ദൈവത്തെ വിറ്റ് കാശാക്കിയിട്ടുണ്ടോ ഈ സർക്കാർ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അതിന് ഉത്തരം പറയണ്ടേ? രണ്ടാമത്, ഈ പത്മകുമാറുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ അടുത്തിടയ്ക്ക് നോബൽ പുരസ്കാരമൊക്കെ പ്രഖ്യാപിച്ചല്ലോ, എനിക്ക് വലിയ വിഷമമുണ്ട്. ഈ പത്മകുമാറിനെയും കടകംപള്ളിയൊക്കെ ഈ സ്വർണത്തെ ചെമ്പാക്കി മാറ്റുന്ന രാസവിദ്യ കണ്ടുപിടിച്ചതിനുള്ള നോബൽ പുരസ്കാരം കൊടുക്കാത്തതിൽ ഞാൻ നോബൽ സമിതിയുടെ മുമ്പിൽ എൻ്റെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ്. നോക്കൂ, ആദ്യം അവിടെ സ്വർണം തന്നെയാണ് എന്ന് വളരെ കൃത്യമായി 98 കേരള ഹൈക്കോടതിയുടെ വിവിധ വിധികളുണ്ട്. കേരള ദേവസ്വം ബെഞ്ചിന്റെ വിവിധ വിധികൾ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ അവിടെ എല്ലാം തന്നെ ഗോൾഡ് ക്ലാഡിംഗ് എന്ന് 98 തൊട്ട് 2000കളിലൊക്കെ ആദ്യം പറയുന്നത്. മുന്നോട്ടേക്ക് പോയി താങ്കൾ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ കടൽ കടന്നിട്ടുണ്ടോ
എന്ന് നിങ്ങളുടെ രാഷ്ട്രീയാരോപണം മാത്രമല്ല, സുഭാഷ് കപൂർ മോഡൽ എന്ന് കോടതി പറയുന്നത് അത് കൃത്യമായി തന്നെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അതിന് സുഭാഷ് കപൂർ മോഡൽ എന്ന് പറയുന്നത്, സുഭാഷ് കപൂർ ചെയ്യുന്നത് അദ്ദേഹമല്ല, അയാൾ ഈ പറയുന്ന ലോകൈക കള്ളനാണ്, ലോകൈക വിഗ്രഹ കടത്തുകാരനാണ്. ഒരു ക്ഷേത്രത്തിൽ പോകുന്നു, ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു വിഗ്രഹം കാണുന്നു, സുഭാഷ് കപൂർ ഇഷ്ടപ്പെടുന്നു, അയാൾ ചെയ്യുന്നത് പറഞ്ഞാൽ അവിടെ പറ്റിക്കൂടി അവിടുത്തെ ആൾക്കാരെ കയ്യിലെടുക്കുന്നു, ആ ക്ഷേത്രത്തിന് വേണ്ടി വല്ല 10-15 ലക്ഷമൊക്കെ ആയിട്ട് സംഭാവനയൊക്കെ ചെയ്ത് ഈ പറയുന്ന സ്പോൺസർ എന്നൊക്കെ പറഞ്ഞ് ഈ കക്ഷി അവിടെ അങ്ങ് ചേരുന്നു. ലാസ്റ്റ് ഇതിൻ്റെ ഇതിൻ്റെ അച്ചുപകർപ്പെടുക്കുന്നു, എന്നിട്ട് ഇതുപോലൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നു, ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹം അവിടെ കൊണ്ട് ജീവനക്കാരുടെ അടക്കം സഹായത്തോടെ, എന്ന് പറഞ്ഞാൽ ഈ കള്ളക്കൂട് സഹായത്തോടെ അവിടെ കൊണ്ട് വെക്കുന്നു, ഒറിജിനൽ സാധനം കടൽ കടത്തുന്നു, മ്യൂസിയങ്ങൾക്ക് വിറ്റ് ഈ 10 ലക്ഷം രൂപ മുടക്കിയെങ്കിൽ അയാൾ കോടിക്കോടി ഉണ്ടാക്കുന്നു. അതാണ് സുഭാഷ് കപൂർ മോഡൽ. ആ മോഡൽ അന്വേഷിക്കുന്നത് കോടതിയാവട്ടെ പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.